ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടാ. ഇന്ന് എനിക്കൊരു വർക്ക് ഉണ്ട്. അത് എന്താന്നുള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പൊ ഞാൻ തിരക്ക് കൂട്ടി വേഗം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കുക്കിങ്ങിലേക്കൊക്കെ കടക്കാണ്. വേഗം വേഗം പരിപാടി തീർത്തു വെച്ചിട്ട് ഇന്ന് എനിക്കൊരാള് വരുന്നുണ്ട് ഇവിടെ. ആരാണെന്നാണോ പറയണോ ഇപ്പൊ? അത് എന്നാ പിന്നെ പറയാം. ഇന്ദു വരുന്നുണ്ട് ഇന്ന്. എന്തിനാണെന്നോ, നാളെ അവളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിട്ട് മൈലാഞ്ചി ഇടാനാണ് വരുന്നത്. ഞാൻ കുഞ്ഞൊരു ആർട്ടിസ്റ്റാന്നുള്ളത് നിങ്ങൾക്ക് എന്റെ പ്രൊഫൈലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പൊ പടം വരയ്ക്കല് മാത്രല്ല, ബ്രൈഡൽ മെഹന്തി ഇട്ട് കൊടുക്കലും കൂടി ഉണ്ട്. ഞാൻ വരച്ച പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാത്തവരാണ് നിങ്ങൾ എന്ന് വെച്ചാൽ ഇന്നലെ ഇട്ട യൂട്യൂബ് വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടാ. കാണണ്ടവരൊന്ന് പോയി ചെക്ക് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു വർക്ക് ഉണ്ട്. അത് നമ്മുടെ സ്വന്തം ഇന്ദുക്കുട്ടിയുടെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എന്റെ ഒരു ചങ്കായിട്ടുള്ള ഒരു കുട്ടിയാണ്, ഒരു അനീത്തി കുട്ടിയാണ്. അപ്പൊ അവൾക്ക് ഇന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ തിരക്ക് കൂട്ടി വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാണ് കേട്ടാ. ഇന്നൊരു കൊത്തമര ഉപ്പേരിയ വെച്ചത് കേട്ടാ. പിന്നെ കൊത്തമര തലേ ദിവസം തന്നെ അരിഞ്ഞൊക്കെ വെച്ചത് കൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള തീർന്നിട്ടുണ്ടായി. അപ്പൊ ഞാൻ 4-5 സവാള എടുത്തിട്ട് വീണ്ടും അരിഞ്ഞ് എയർ ടൈറ്റ് ആയിട്ട് വെക്കണ ആ ബോക്സിൽ സ്റ്റോറേജ് വെക്കാൻ പോവാണ് കേട്ടാ. ഇങ്ങനെ ചെയ്യണോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് എന്നും എന്നും ഇങ്ങനെ കരയണ്ടല്ലോ. ഒരു ദിവസം അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് കരഞ്ഞു തീർത്താൽ മതിയല്ലോ. നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടാ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലേ അത് അരിയാനും പിടിക്കാനുള്ള ടൈം കുറെ പോയില്ല. ഓൾറെഡി നമ്മൾ 2 ദിവസത്തേക്കുള്ള സംഭവങ്ങൾ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ നൂലപ്പഞ്ചായട്ടം വന്നു കേട്ടോ. അതാണ് ഞാൻ ജനലിലൂടെ വേണ്ട വേണ്ടാന്ന് കാണിക്കണേ. ഇന്ന് നൂലപ്പത്തിന്റെ ആവശ്യമില്ല, കുട്ടികൾ പോട്ടയിലേക്ക് പോയേക്കാണേ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സവാളയൊക്കെ ഇതുപോലെ അരിഞ്ഞു വെക്കും, തൊലി കളഞ്ഞും വെക്കും. അതുപോലെ തന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഒരു ടിന്നിലാക്കി വെക്കും. അതുപോലെ എന്തെങ്കിലും ബീൻസോ പയറോ അരിയാൻ കുറെ സമയം എടുക്കണ സംഭവങ്ങൾ ഉണ്ടല്ലോ, ഉപ്പേരി കഷ്ണങ്ങൾ, അതൊക്കെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടത് തലേ ദിവസം അരിഞ്ഞു വെക്കും. അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇത്തിരി കൂടി കുക്കിംഗ് ഈസി ആക്കി കൊണ്ടുപോണത്. അങ്ങനെ ഞാൻ എന്റെ കിച്ചൺ ക്ലീനിങ് ഒക്കെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോഴേക്കും പ്രശാന്തേട്ടൻ കുളിച്ചു സുന്ദരനായിട്ട് വർക്ക് സൈറ്റുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രശാന്തേട്ടനെ യാത്രയാക്കി ഗേറ്റ് ഒക്കെ അടച്ച് തിരിച്ചു പോരുമ്പോണ്ട് മഞ്ഞ ചെമ്പകത്തുമ്പോ നിറച്ച് ചെമ്പകം പൂത്തേക്കിടും. ഞാനാണെങ്കിൽ ഈ പൂവൊക്കെ പൊട്ടിക്കണേനെതിരാണ്. പൂവൊക്കെ അതുമ്മ നിന്ന് തന്നെ ആസ്വദിക്കണം എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഈ ഒരു പൂ മാത്രം എനിക്ക് അതുമ്മ നിർത്തി വിടാനായിട്ട് തോന്നുന്നില്ല. ഒരു പൂവെങ്കിലും പൊട്ടിച്ചു കൊണ്ടുപോരണം എന്ന് വിചാരിച്ച ഞാൻ 2 പൂവും പൊട്ടിച്ചിട്ടാ വീട്ടിൽ കയറിയത് കേട്ടാ. എനിക്ക് അത്ര ഇഷ്ടമാണ് പൊൻചെമ്പകം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഇന്ദു ഇങ്ങ് വന്നെത്തിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ ഇന്ദുക്കുട്ടിയുടെ കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇടാൻ പോവാണ് കേട്ടാ. മെഹന്തിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഷോർട്സിന്റെ സമയം അത് അനുവദിക്കാത്തത് കൊണ്ട് അടുത്ത വീഡിയോയിൽ അത് കാണാട്ടാ.